ദൈവസാന്നിധ്യം നിറഞ്ഞ ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സൂമിലും യൂട്യൂബിലുമായി കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ നിൽക്കാൻ കർത്താവ് അവസരം തന്നല്ലോ, ദൈവം പ്രവർത്തിച്ചല്ലോ. ഈ പുതിയ വർഷത്തിൽ പുതിയൊരാത്മീയ ചൈതന്യത്തോടെ, പുതിയ അനുഭവങ്ങളോടെ, ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്, പുതിയ ആത്മീയ ശക്തിയോടെ, പുതിയ അനുഭവങ്ങളോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഈ അഭിഷേകം വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും, കൃപ വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും, അധികാരം വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കും. എങ്ങനെയാണ് ഈ അഭിഷേകം വർദ്ധിക്കേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്. എങ്ങനെയാണ് ആ കൃപ വർദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് ആ ദൈവപ്രവൃത്തി വരേണ്ടത്? എങ്ങനെയാണ് നടക്കേണ്ടത്? ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ആക്ച്വലി ഞാൻ ഈ കാത്തിരിക്കുന്ന രക്ഷകൻ എന്ന ഒരു ടൈറ്റിൽ ഈ മീറ്റിങ്ങിന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ വായിച്ച വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതിട്ടത്. എന്നാൽ ഈ അഭിഷേകം എങ്ങനെ വർദ്ധിക്കേണ്ടത്? ഒരു ബോഡി ബിൽഡറോട് നമ്മൾ ചെന്ന് ചോദിച്ചാൽ, ചേട്ടാ അല്ലെ ബ്രദറെ, നിങ്ങൾ എങ്ങനെ ഇത്രയും നല്ല ഒരു ചെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെ ഇത്രയും നല്ല ഒരു വിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെ ഇത്രയും നല്ലൊരു ബൈസെപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ കാലിൻ്റെ കാഫ് മസിലൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ വയറൊക്കെ ഇത്രയും നല്ല ഒരു ലെവലിൽ ഷേപ്പായിട്ട് ഈ പാക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചോദിച്ചാൽ അയാൾ ഒരൊറ്റ വാക്കേ പറയത്തുള്ളൂ, മോനെ നീ എന്നാടാ ചെയ്യുന്നത് വീട്ടിൽ രാവിലെ? അപ്പം ഞാൻ പറയും, രാവിലെ ഞാൻ എഴുന്നേക്കും, ചായ കുടിക്കും, പുട്ടും കടലയും കഴിക്കും, പിന്നെ നീ എന്തോ ചെയ്യും? പിന്നെ നേരെ ജോലിക്ക് പോകാനുണ്ടെ ജോലിക്ക് പോകും, മീറ്റിംഗ് ഉണ്ടെങ്കിൽ മീറ്റിംഗ് പോകും, എന്തോ ചെയ്യും, അങ്ങനെ അങ്ങ് ചെയ്യും, ഇങ്ങനെ അങ്ങ് പോകും. നമ്മൾ പലരും അതാ പറയുന്നത്. ജോലിക്ക് പോകാനുള്ളവർ ജോലിക്ക് പോകും, മീറ്റിങ്ങിന് പോകാൻ മീറ്റിങ്ങിന് പോകും, ഒന്നുമില്ല, വീട്ടിൽ കിടന്നുറങ്ങും, ഇത്രയും പറയും. ചേട്ടൻ എന്താ ചെയ്യുന്നത്? എടാ മോനെ, ഞാൻ അതിരാവിലെ എഴുന്നേക്കും, എന്നിട്ട് ഞാൻ നേരെ ജിമ്മിൽ പോകും, നന്നായിട്ടൊന്ന് വാമപ്പ് ചെയ്യും, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്ത് ഏത് ഭാഗമാണോ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടത് ആ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഞാൻ വെയിറ്റ് എടുക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും നമ്പേഴ്സ് അല്ല എടുക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നിയാൽ എൻ്റെ മനസ്സിനോട് ഞാൻ പറയും, ഐ ക്യാൻ ഡു വൺസ് മോർ, എനിക്കൊരിക്കൽ കൂടെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഞാനത് ചെയ്യും. ഞാനിത് പറഞ്ഞ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ മുൻപ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന 5 വട്ടമാണെങ്കിൽ 5 വട്ടം എടുത്ത് താഴെ വെക്കുമ്പോൾ ട്രെയിനർ പറയും, എടുക്കട കയ്യിലെന്ന് പറയും. എടുത്തിട്ട് അദ്ദേഹം നമ്മളെ കൊണ്ട് നിനക്ക് എത്ര പറ്റുമോ അതിൻ്റെ ഒരു 2 നമ്പേഴ്സ് എങ്കിലും മിനിമം നീ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? പറ്റത്തില്ലെങ്കിൽ വലിച്ചു പൊക്കി അതിനെ അങ്ങ് എടുക്കും. ഇപ്പം ശരീരം നോക്കല്ലേ, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. വലിച്ചു പൊക്കി എടുക്കും. ആദ്യ സമയങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് എനിക്ക് പറ്റാത്ത 2 ട്രൈ ചെയ്ത സ്ഥാനത്ത് പിന്നെ ഞാനത് 4 എനിക്ക് എടുക്കാൻ പറ്റി. പിന്നെ വീണ്ടും എനിക്കത് 8 എടുക്കാൻ പറ്റി. പിന്നെ എനിക്കത് 10 പറ്റി, 15 പറ്റി. പിന്നെ ഞാൻ പോക്ക് നിർത്തി. അതുകൊണ്ട് 10 എനിക്കറിയത്തുള്ളൂ. സ്തോത്രം, പ്രൈസ് ഗോഡ്. അതൊക്കെ ആ ഒരു ടൈമിലത്തെ ഒരു ഇതിൽ നമ്മൾ പോയതാ, വേണവുമായിരുന്നു. അവൻ്റെ അല്ലെങ്കിൽ ആ ബ്രദറിൻ്റെ അല്ലെങ്കിൽ ആ ബോഡി ബിൽഡറുടെ ഹെൽത്ത് അങ്ങനെ ഇരിക്കാൻ, ചെസ്റ്റ് അങ്ങനെ ഇരിക്കാൻ, വിങ്സ് അങ്ങനെ ഇരിക്കാൻ, കാഫ് അങ്ങനെ ഇരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തന്നെ ഷേപ്പ് ആ നിലയിലാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ വീട്ടിൽ ഇരുന്ന് പുട്ടും കടലയും കഴിച്ചുകൊണ്ടല്ല. ആ മനുഷ്യൻ അധ്വാനിച്ചു, അതിനുവേണ്ടി അത്യധ്വാനം ചെയ്തു. അല്ലെങ്കിൽ അവൻ നമ്മൾ അനുഭവിക്കാത്തൊരു പെയിനിലൂടെ കടന്നുപോയി. ഇവിടെ വരാനാ ഞാൻ ഇത്രയും പറഞ്ഞു. നമ്മൾ എടുക്കാത്തൊരു ഭാരം അവൻ എടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവൻ്റെ ബലം വർദ്ധിച്ചു, അവൻ്റെ ശക്തിക്ക് വ്യത്യാസം വന്നു, അവൻ്റെ കഴിവിന് വ്യത്യാസം വന്നു, അവൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നു. ഇത് തന്നെയാണ് സ്പിരിച്വലി നമ്മുടെ അഭിഷേകം വർദ്ധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ വീട്ടിൽ ഒരു പണിയില്ല, ഒരു ഭൂതവുമായിട്ട് യാതൊരു അറ്റാക്കും ഇല്ല, വെറുതെ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ
ചിലതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഒരഭിഷേകം വേണമെങ്കിൽ കർത്താവ് ദാവീദിനെ ഫിലിസ്ത്യന്റെ മുമ്പിൽ നിർത്തിയ പോലെ, പൗലോസിനെ പുരോഹിതന്മാരുടെയും സംഘത്തിൻ്റെയും യഹൂദന്മാരുടെയും മുമ്പിൽ നിർത്തിയ പോലെ, സ്തെഫാനോസിനെ നിർത്തിയ പോലെ, യേശുവിനെ നിർത്തിയ പോലെ, അബ്രഹാമിനെ നടത്തിയതുപോലെ, അബ്രഹാമിനെ നടത്തിയ പോലെ നമ്മുടെയും ജീവിതങ്ങളിൽ നാം ചിലതിൻ്റെ നടുവിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. മുറിച്ച് കടക്കാൻ പറ്റുമോ എന്ന് തോന്നും. പക്ഷേ തികഞ്ഞ ദൈവാശ്രയം നമ്മളെ ആ കാര്യത്തിൽ ബലമുള്ളവരാക്കും. ഒരാമേൻ പറയാമോ? ഇനി എനിക്ക് കർത്താവ് തന്ന തിരുവെഴുത്തിലേക്ക് പോവാം. അഭിഷേകം നമുക്ക് വർദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും കരുതരുത് അത് പ്രശ്നങ്ങളില്ലാത്ത നിലയിലാണ് അഭിഷേകം വർക്കൗട്ട് ചെയ്യുന്നത്. ദൈവമക്കളെ, അഭിഷേകത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: നുകത്തെ തകർക്കാൻ. അപ്പം നുകം നിശ്ചയമായിട്ടും ഒരു അഭിഷിക്തന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു അഭിഷിക്തയുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതിനെ തകർക്കുന്നത് അഭിഷേകമാണെങ്കിൽ, അനോയിന്റിങ് ഷാൽ ബ്രേക്ക് ഓൾ ദ യോക്ക് എന്ന് പറയുമ്പോൾ, നുകത്തെ തകർക്കണമെങ്കിൽ ചില ഭാരം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ വരണം. ചില ഭാരങ്ങൾ നിന്റെ ജീവിതത്തിൽ വരണം. യേശു കർത്താവ്, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഇങ്ങനെയാ പറഞ്ഞേ: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ നീങ്ങി പോകട്ടെ കർത്താവേ. നമ്മളും പറയാറുണ്ട്. ഈ ബാധയൊന്നും മാറിയായിരുന്നെങ്കിൽ. മക്കളെ, അത് മാറും, നിശ്ചയമായിട്ടും മാറും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും ഒരു സഹകരണം കർത്താവിന് കൊടുക്കുവാണെങ്കിൽ, ദൈവം അത് മാറ്റുന്നതോടുകൂടെ മറ്റു പലരുടെ ജീവിതത്തിൽ നിന്നും അത് മാറ്റാൻ ദൈവം നിന്നെ അനോയിന്റ് ചെയ്യും. ആ മൊമെന്റ് ദൈവം അതിനായിട്ട് യൂസ് ചെയ്യും. ഞാനിത് ആരോട് പ്രവചിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. നീ ഒത്തിരി ഭാരം അനുഭവിക്കുമ്പോൾ, അല്ല, പൊതുവെ ഉള്ളൊരു കാര്യം പറയാം, ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ഒത്തിരി കടബാധ്യതകൾക്കകത്ത് നിങ്ങൾ നീറുമ്പോൾ, ദൈവമക്കളെ, ദൈവാശ്രയത്വത്തോടുകൂടെ ആ കടം വീടാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കാനും നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുകയും ഫാസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, കർത്താവ് ആ നുകം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം അനേകരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ദൈവം താങ്കളുടെ കരത്തെ ഉപയോഗിക്കട്ടെ. ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞേ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ 2024 നമ്മൾ മെഡിസിൻ മേടിക്കാൻ, ഈ ജീവിതശൈലി രോഗങ്ങളായിട്ടും മറ്റു പല രോഗങ്ങളായിട്ടും ഒക്കെ അനുഭവിക്കുന്നവർക്ക് മെഡിസിൻ വാങ്ങാൻ നമ്മളാൽ കഴിയുന്ന, അത് ആനയാണ് അമ്പാരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമ്മളാൽ കഴിയുന്ന, അതൊരു ചെറിയ സപ്പോർട്ടാകട്ടെ വലിയ സപ്പോർട്ടാകട്ടെ, കഴിയുന്നത് കർത്താവ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതിനകത്തുനിന്ന് നമ്മളൊരു നീഡി പേഴ്സണ് നമ്മൾ കൊടുക്കും. എന്തുകൊണ്ടാ പറഞ്ഞേ? നമ്മൾ എന്തുകൊണ്ടൊരു 3 വർഷം മുന്നേ നമ്മൾ അതൊന്നും പറഞ്ഞില്ല? നമ്മൾ പലതിനെയും ജയിച്ച് ഇത്രയിടം വരെയൊക്കെ കർത്താവ് എത്തിച്ചില്ലേ? ഇതുവരെയൊക്കെ എത്തിയില്ലേ? ഇതുവരെയൊക്കെ ഈ 3 വർഷം കൊണ്ട് ഈ പ്ലാറ്റ്ഫോമോട് നമ്മൾ ആരെങ്കിലും കരുതിയോ? പക്ഷെ തമ്പുരാൻ കരുതി. നമ്മൾ ഇതുവരെയൊക്കെ എത്തിയില്ലേ? ഇല്ലേ? ഒന്ന് പറഞ്ഞേ. നമ്മൾ ഒത്തിരിയും പ്രാർത്ഥനകൾക്ക് മറുപടി ഇനിയും കിട്ടാനുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞേ, ഇതുവരെയും ഈ 2024 വരെയും കർത്താവ് എത്തിച്ചില്ലേ നമ്മളെ? ബുദ്ധിമുട്ടുകളുടെ നടുവിലൂടെയും ഇല്ലായ്മകളുടെ നടുവിലൂടെയും ദാരിദ്ര്യത്തിന്റെ നടുവിലൂടെയും രോഗത്തിന്റെ നടുവിലൂടെ എത്തിച്ചില്ലേ ഇതുവരെ? അതിനൊരു മഹാഭാഗ്യല്ലേ? എത്രയോ പേർ കഴിഞ്ഞ വർഷം കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ആയി, അവരുടെ മൺമറഞ്ഞുപോയി, അപ്രതീക്ഷിതമായ വിയോഗങ്ങൾ സംഭവിച്ചു. എത്തിച്ചില്ലേ ദൈവം ഇതുവരെ? നമ്മുടെ കൂട്ടാളികളെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ വീട്ടിലുള്ളവരെ എത്തിച്ചില്ലേ ഇതുവരെ? ദൈവം കരുതിയത് കൊണ്ട് തന്നെയാണ്. ചില ലിവ്യാഥാന്റെ വായൊക്കെ ദൈവം പിടിച്ചടച്ചത് കൊണ്ട് തന്നെയാണ്
നമ്മൾ ഇതുവരെയൊക്കെ എത്തിയത്. 3 വർഷം മുമ്പേ പറയാൻ പറ്റാത്തത് ഇപ്പോൾ നമ്മൾ ചെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ദൈവം പ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാ. അതെല്ലാം തികഞ്ഞൊരു പ്രാപ്തിയിലെത്തുമ്പോഴല്ല ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മളിലേക്ക് ഊറി 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 വരുന്നതിൽ നിന്ന് ഒരംശം നമ്മൾ കുടിച്ച് ദാഹം അകറ്റിയതിന് ശേഷം വീണ്ടും ഊറുന്നതിൽ നിന്ന് എടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൈത്താങ്ങുക. ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. അതാണ് ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു പ്രാപ്തിയിലേക്ക് എത്തിച്ചത് കൊണ്ടാണ്. ദാറ്റ് ഈസ് ഓൾസോ അനോയിന്റിങ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. അതും ഒരു അഭിഷേകമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ ആ ഒരു നമ്മുടെ കാര്യങ്ങൾക്കകത്ത് ദൈവം നീക്കുപോക്കുകൾ തരുന്നതോടുകൂടെ മറ്റൊരു വ്യക്തിയെ കൂടെ കൈത്താങ്ങുകയാണ്. കൈത്താങ്ങണം കേട്ടോ. നീ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ നാളെ ഉയർത്തിയാൽ നിന്റെ പുറകെ വരുന്നവരെ കൂടെ കൈപിടിച്ച് നീ കയറ്റണം. അതാണ് ക്രിസ്ത്യാനിറ്റി. നമ്മൾ രക്ഷകനെ കാത്തിരിക്കുന്നു, അതല്ലേ ഇന്ന് ചിന്തിക്കുന്നേ? നമ്മൾ രക്ഷകനെ കാത്തിരിക്കുന്നു. അവർ കാത്തിരുന്ന രക്ഷകൻ താങ്കളുടെ രൂപത്തിലാണ് ദൈവം നിർത്തിയിരിക്കുന്നതെങ്കിലോ നമ്മളത് കാണാതെ പോകുന്നത് പാപമല്ലേ? രക്ഷിക്കണം, എല്ലാവരെയും രക്ഷിക്കണം, കൂടെയുള്ളവരെ എല്ലാം സപ്പോർട്ട് ചെയ്യണം, വളർത്തണം. വളർത്തുന്നൊരു മനോഭാവം വേണം, വളർത്തുന്ന മനോഭാവം വേണം. ഒന്നുകൂടെ പറയാം, വളർത്തിയില്ലെങ്കിലും തളർത്തരുത്. വാക്കുകൊണ്ട് തളർത്തരുത്, പ്രവൃത്തി കൊണ്ട് തളർത്തരുത്. ഈ 2024 നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കണം. വാക്കുകൊണ്ട് തളർത്തരുത്. നമുക്ക് വളർത്താൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷെ തളർത്തരുത്. ആരെയും തളർത്തരുത്. നമ്മൾ തളർത്തിയാൽ നമ്മളും തളർന്നു പോകും. ആരും തളർത്താതെ തളർന്നു പോകും. എന്നാൽ നമ്മൾ ഒരു വ്യക്തി തളിർക്കാൻ നമ്മൾ വെള്ളമായിട്ടുണ്ടെങ്കിൽ നിന്നെ 1000 പേർ ഒരുമിച്ച് തീയിട്ട് ചുട്ടുകളയാൻ ശ്രമിച്ചാലും അതിൻ്റെ നടുവിൽ നീ തളിർത്ത് പൂത്ത് കായ്ച്ച അഹരോന്റെ കയ്യിലെ ബദാം വൃക്ഷം പോലെ നീ തളർത്ത് വരും. നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ? കഴിയുന്ന പോലെയൊക്കെ കൈത്താകുന്ന ഒരു വ്യക്തിയല്ലേ? ഒരു പാളയം മുഴുവനും തീക്കുണ്ടമിട്ടാലും അഹരോന്റെ കയ്യിലിരുന്ന വടി ഒരു രാത്രി കൊണ്ട് പൂത്ത് തളർത്ത ഒരു ബദാം വൃക്ഷമായി മാറിയതുപോലെ ഒരു തീക്കുണ്ടത്തിന്റെ നടുവിൽ നിന്നെ കൊണ്ട് നട്ടാലും നീ തളിർത്തു വരും. ദൈവം കണ്ടൊരു വ്യക്തി ആയതുകൊണ്ട്. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം. അതാണ് കർത്താവ് എന്നെ ഇന്ന് ഏൽപ്പിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം. കർത്താവെ ആ വചനത്തിന് നന്ദി എന്നൊന്ന് നിങ്ങൾ പറഞ്ഞേ. കർത്താവെ ആ വചനത്തിന് നന്ദി. കർത്താവെ ആ വചനത്തിന് നന്ദി. മത്തായി എഴുതിയ സുവിശേഷം എല്ലാത്തിനും നന്ദി പറയണം കേട്ടോ ദൈവമക്കളെ. എല്ലാത്തിനും നന്ദി പറയണം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. പക്ഷെ എല്ലാത്തിനും നന്ദി പറയണം. എന്തിനും നന്ദി പറയണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഞാൻ കൂടുതലും ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയൊരു ദൈവസ്നേഹം. ഞങ്ങളൊക്കെ ദൈവസ്നേഹത്തിൽ തന്നെ ജീവിക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ മുമ്പിൽ ദൈവം ആക്കിയേക്കുന്ന മാന്യമിത്രങ്ങളോടും അത് പകർന്നു തരാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യമൊന്നും പറയാൻ ഈ പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ സ്നേഹം, വിശ്വസ്തത, കൃപ, ദൈവത്തിൻ്റെ നീതി, ഈ വചനത്തിലെ സത്യം, ഇതൊക്കെ പറഞ്ഞു തരാനേ എനിക്കറിയൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാത്തിനും നന്ദി പറയണം. എന്തിനും നന്ദി പറയണം. കർത്താവ് തരുന്ന കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നാലും പ്രൈസ് ചെയ്യണം ദൈവത്തെ. ഹല്ലേലൂയ. 11-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. എല്ലാവരും വിശുദ്ധ വചനം തുറക്കണം. 1-ാമത്തെ അധ്യായം മുതൽ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ നമുക്ക് വളരെ ശ്രദ്ധയോടെ വായിക്കാം. യേശു, ഒന്നുകൂടെ ഞാൻ പറയാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ശ്രദ്ധിക്കണേ. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ
മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്തു കാണുവാൻ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവർ രാജ്യഗൃഹങ്ങളിലല്ലോ. അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വഴി ഒരുക്കുന്ന ഒരു ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. വഴി ഒരുക്കുന്ന ദൈവത്തെക്കുറിച്ച് യോഹന്നാൻ കേൾക്കുന്നത് കാരാഗ്രഹത്തിൽ വെച്ചാണ്. കാരാഗ്രഹ തുല്യമാകുന്ന ജീവിതത്തിൽ വഴി ഒരുക്കുന്ന ഒരുവനെ കുറിച്ച് കേട്ടാൽ ആരും അന്വേഷിക്കും. സത്യമല്ലേ? യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു എന്ന് മത്തായി സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട്, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. Now when John heard the prison about the deeds of the Christ, he sent word by his disciple and said to him, are you the one who is to come, or shall we look for another? കർത്താവിന്റെ നിശ്ചയദാർഢ്യമുള്ള പ്രവൃത്തികളെ കുറിച്ച് യോഹന്നാൻ കേട്ടിട്ട്, ഒരു പ്രവൃത്തിയിലൂടെയാണ് ആ പ്രവൃത്തി ദൈവികമാണോ മാനുഷികമാണോ പൈശാചികമാണോ എന്ന് തിരിച്ചറിയേണ്ടത്. ഒരാമേൻ പറഞ്ഞേ. ഇവിടെ യോഹന്നാൻ ആരെങ്കിലും കുറിച്ച് കേട്ടതല്ല, യോഹന്നാൻ ഒരു വ്യക്തിയുടെ പേര് വെച്ച് കേട്ടതല്ല, യോഹന്നാൻ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ കുറിച്ചാണ് കേൾക്കുന്നത്. ഇന്ന് ഞാൻ ആത്മാവിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: നീയും ആ പ്രവൃത്തി കാണാൻ പോവുകയാണ്, നീയും ആ ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. ഞാൻ ഈ പ്രവചനം നിങ്ങളോട് പറയുന്നു. ഞാനും ഈ 2024 ആ പ്രവൃത്തി കാണാൻ പോവുകയാണ്. ക്രിസ്തുവിന്റെ പ്രവൃത്തി കാണാൻ പോകുകയാണ്. ഒന്നും കൂടെ, ഒരു പ്രവൃത്തി ദൈവികമാണോ മാനുഷികമാണോ പൈശാചികമാണോ എന്ന് തിരിച്ചറിയുന്നത് പ്രവൃത്തിയുടെ രീതി വെച്ചിട്ടാണ്. പ്രവൃത്തിയുടെ രീതി വെച്ചിട്ടാണ്. ഇവിടെ യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ കുറിച്ചല്ല, പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് വന്നിരിക്കുന്ന ഈ രക്ഷകൻ അല്ലെങ്കിൽ ഈ വ്യക്തി തന്റെ പ്രവൃത്തിയെ പരിശോധിച്ചു നോക്കുമ്പോൾ യോഹന്നാൻ തന്റെ ആ കാലയളവ് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ചും കേട്ടിട്ടുള്ളതിൽ വെച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഒത്തിരി വിടുതലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, വിടുവിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, വിടുതലിന്റെ മാർഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു വിടുതലിന് വേണ്ടി നമ്മുടെ ബലഹീന നിമിഷങ്ങളിൽ ആ വഴിത്താരയിലൂടെ എല്ലാം സഞ്ചരിച്ച വ്യക്തികളുമായിരിക്കാം നമ്മളൊക്കെ. പക്ഷേ വിടുതലുകൾ ഭാഗികമായി ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, വിടുതലുകൾ ഉണ്ടായിട്ടേ ഉണ്ടാകുകയില്ല, വിടുതൽ വരും എന്നുള്ള വിശ്വാസത്തിലേക്ക് ഇരിക്കുകയും ആയിരിക്കാം. എന്നാൽ ഇവിടെ ഒരൊറ്റ വഴിയും ഒരൊറ്റ
ഒറ്റ പ്രവൃത്തിയും ആ ഒറ്റ പ്രവൃത്തിയിൽ പൂർണ്ണതയോടെ പ്രവൃത്തി വെളിപ്പെടുന്നതുമാകുന്ന ഒരു ദൈവ പ്രവൃത്തിയെ കുറിച്ചാണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. യോഹന്നാൻ കേട്ടത്, യോഹന്നാൻ വിശ്വസിച്ചത്, യോഹന്നാൻ അറിഞ്ഞത്, യോഹന്നാൻ മനസ്സിലാക്കിയത്, ആ പ്രവൃത്തി ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണെന്നുള്ളതാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് 2023 നിന്റെ വീട്ടിലും ജീവിതത്തിലും കാണുമെന്ന് നിങ്ങൾ കരുതിയ പ്രവൃത്തികളെ തടഞ്ഞത് മുഴുവനും ഈ രക്ഷകന്റെ പ്രവൃത്തി ഇന്ന് തകർത്തു മാറ്റി ഒരു വിജയത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക്, ഒരു ജയത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു മുന്നേറ്റത്തിലേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും പരിശുദ്ധാത്മാവ് ഉയർത്തുമെന്ന് ഞാൻ ആത്മനിറവിൽ കൈമാറുകയാണ്. ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു ബലം ആവശ്യമാണ്. ഞാൻ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വസ്തുവിനെ ഇരിക്കുന്നിടത്തുനിന്ന് തള്ളി മുന്നോട്ട് നീക്കാൻ നമ്മൾ ഒരു മർദ്ദം പ്രയോഗിക്കുന്നു. അതാണ് ബലം. പ്രവൃത്തികളെ കുറിച്ച് കേട്ട പ്രവൃത്തികളെ യോഹന്നാൻ മനസ്സിലാക്കിയത് വന്നവൻ ചെയ്യുന്നത് ബലത്തോടുകൂടിയ ഒരു പ്രവൃത്തിയാണ്. ബലത്തോടുകൂടിയ ഒരു പ്രവൃത്തിയാണ്. അർത്ഥം, ഒരു ബലത്തിനും ഒരു പ്രതിരോധ ശക്തിക്കും പ്രതിരോധിക്കാൻ കഴിയാത്തതും ആ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് തകർത്തു കളയാൻ കഴിയാത്തതുമാകുന്ന ഒരു ബലം ഉപയോഗിച്ച് അവൻ ചെയ്തപ്പോൾ അതൊരു പ്രവൃത്തിയായി മാറി. ആമേൻ. അതൊരു പ്രവൃത്തിയായി മാറി. നമ്മളൊരു കരിയാപ്പല തൈ കൊണ്ട് നടുന്നു. അത് കിളിച്ചു വരും എന്ന വിശ്വാസത്തോടെ നടുന്നത്. പക്ഷേ പട്ടുപോയ ചരിത്രമുണ്ട്. നമ്മളൊരു വാഴക്കന്ന് കൊണ്ട് നടും. നാളെ അതിൽ പഴം ഉണ്ടാവും, അല്ലെങ്കിൽ കൊല ഉണ്ടാവും. നാളെ എന്ന് വെച്ചാൽ അതിന് സമയത്ത് ഉണ്ടാകും എന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ നട്ടത്. അത് ചീഞ്ഞുപോയ അവസ്ഥയുണ്ട്. ഒരു നല്ല ഒരു ഗൗളിയാത്ര തെങ്ങ് കൊണ്ട് നട്ടു. 3 വർഷം അല്ലെ 2 വർഷം അല്ലെ 1 വർഷമൊക്കെ കൊണ്ട് കായ്ക്കുന്ന സാധനം കൊണ്ട് നട്ടു. നാളെ അതിൽ നിന്ന് തേങ്ങ എടുക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് കൊണ്ട് നട്ടെ. പക്ഷെ അത് ഇരിക്കുന്നിടത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടോന്ന് പോലും അറിയാത്ത നിലവാരത്തിൽ അത് ഭൂമിയോട് പറ്റിയിരിക്കുന്ന അവസ്ഥ ഇന്നും പല വീടുകളിലുണ്ട്. എന്ന് വെച്ചാൽ കിളിക്കുന്നില്ല, പൊങ്ങുന്നില്ല മേളിലോട്ട് അവസ്ഥയുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ എല്ലാം ചെയ്യുന്നേ. പക്ഷെ വിജയം കണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും വിജയം കണ്ടോ? നമ്മൾ വിശ്വാസത്തോടെ ചുവട് വെച്ചു, എല്ലാ കാര്യങ്ങൾക്കും വിജയം കണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാരും തെങ്ങിൻ തൈ വെച്ചപ്പോ ഭൂമിയോട് പറ്റിക്കിടക്കുന്നില്ല. അത് എന്ന് പറയുമ്പോൾ റോക്കറ്റ് പോലെ വളർന്നു പോയല്ലോ. എല്ലാവരും വാഴക്കന്ന് കൊണ്ടുവച്ചിട്ടും അത് ചീഞ്ഞു പോയില്ലല്ലോ. ഇന്നും അതിൽ നിന്ന് കൊല വെട്ടുന്നല്ലോ. എല്ലാവരും കരുവേപ്പില തൈ കൊണ്ട് നട്ടപ്പോ കായ്ക്കാതിരുന്നില്ലല്ലോ, അത് വളരാതിരുന്നില്ലല്ലോ, വളരുന്നുണ്ടല്ലോ. പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രം അവര് നടുന്നതൊന്നും ഫലം കായ്ക്കുന്നില്ല. ആമേൻ. അവര് ചെയ്യുന്നതൊന്നും വിടുതൽ കാണുന്നില്ല. അപ്പൊ എന്തോ ഒരു പ്രതിരോധ സംവിധാനത്തിനകത്ത് ഒരുവനായിരിക്കുകയാണ്. ഇവിടെ യേശു കർത്താവിനോട് വന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ ചോദിച്ചു, വരുവാനുള്ള രക്ഷകൻ അത് അങ്ങ് തന്നെയാണോ എന്ന് ചോദിക്കാൻ യോഹന്നാൻ പറഞ്ഞായിരുന്നു. കാരണം യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടന്ന് അങ്ങയുടെ ചില പ്രവർത്തികളെ കുറിച്ച് കേട്ടു. എന്റെ അനുഭവം പറയാം. ഞാൻ കാരാഗ്രഹ തുല്യമായ ജീവിതത്തിനകത്താണ് ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടത്. ഞാൻ ഇത്രേ കേട്ടുള്ളൂ, അവൻ പ്രവർത്തിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെയൊന്നും വചനം സംസാരിക്കാനോ വചനത്തെക്കുറിച്ച് എന്തെന്നോ ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്നോ പോലും അറിയാത്ത കാലത്തും ഞാൻ ഇത്രേ കേട്ടുള്ളൂ, ദൈവം പ്രവർത്തിക്കും. അത്ര മാത്രമേ എനിക്കറിയൂ. ദൈവം പ്രവർത്തിക്കും. അന്ന് എനിക്ക് ആവശ്യവും ഒരു പ്രവൃത്തിയായിരുന്നു. കർത്താവ് എന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തപ്പോ ഒരു പ്രവൃത്തി എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതൊരു 1.5 പ്രവൃത്തിയായിരുന്നു. കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇത്രേ കേട്ടുള്ളൂ, ദൈവം പ്രവർത്തിക്കും. യോഹന്നാനും കാരാഗ്രഹത്തിൽ വെച്ച് ഇത്രേ കേട്ടുള്ളൂ, ദൈവം പ്രവർത്തിക്കുന്നു. പ്രതീക്ഷയുണ്ട്. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് കേട്ട എന്താണ്? ദൈവം പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചിട്ട് പോയി എന്നല്ല,
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിത് നിങ്ങളെ നോക്കിയാണ് സംസാരിക്കുന്നത്. പ്രവർത്തിക്കുന്നു. ഈ 2024 കുഞ്ഞെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലിരുന്നാണ് വളരെ ഭയത്തോടും ഭക്തിയോടും താഴ്മയോടും കൂടെ നിങ്ങളോട് ഈ വചനം ഞാൻ കൈമാറുന്നത്. പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഇത് പാസ്റ്റർമാർക്ക് പറയാൻ ഇട്ടുകൊടുക്കുന്ന ഒരു വാക്കല്ല, ഇതെന്റെ വചനം സംസാരിക്കുന്ന വാക്കാണ്. പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് കേട്ടു, പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. ഇനി ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, അത് ക്രിസ്തുവാണോ? ഞാനിത് ഭയങ്കര ആഴമായ ഒരു സന്ദേശമാക്കി ദൈവം ഇതിനെ മാറ്റുന്നുണ്ട്. ഇനി ഒന്നറിഞ്ഞാൽ മതി, എന്താ അറിയണ്ടേ? ക്രിസ്തുവാണോ? കാർ ഇറക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും ചിന്തിക്കാം. ഒന്നുകിൽ ഏതോ ഒരുവൻ കാർ ഇറക്കി, ഹ്യുണ്ടായി കമ്പനിക്കാരൻ കാർ ഇറക്കി, മാരുതി സുസുക്കി കാർ ഇറക്കി, നിസാൻ മോട്ടോഴ്സ് കാർ ഇറക്കി, പലർക്കും കാറുണ്ടല്ലോ, പല കമ്പനിക്കാർ കാർ ഇറക്കുന്നുണ്ടല്ലോ. അപ്പൊ കാർ ഇറക്കി എന്ന് പറഞ്ഞാൽ ആണോ എന്നാ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഓടാനല്ല. പ്രവർത്തിക്കുന്നു എന്ന് യോഹന്നാൻ കേട്ടപ്പോ ഒന്നറിഞ്ഞാ മതി. യോഹന്നാന്, എടാ അത് ദൈവപ്രവൃത്തിയാണോ? നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുന്നു? യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ആണോ എന്നാ അത് ക്രിസ്തുവാണോ ഉറപ്പാ എന്നൊന്നും പറഞ്ഞില്ല. അവൻ അന്വേഷിപ്പാൻ ആളെ വിട്ടു. ആ പ്രവൃത്തി ക്രിസ്തുവിൻ്റെതാണോ? നീ അത് തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ എല്ലാം ദൈവികമാണോ? എല്ലാം ദൈവം അനുവദിച്ചിട്ടാണോ? ചില പരീക്ഷകൾക്കകത്തുകൂടെ കടന്നു പോകുമ്പോ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പഠിപ്പിച്ച ദൈവം അനുവദിച്ചിട്ടാണോ? ചില ബുദ്ധിമുട്ടുകൾക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ഇത് നിന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ദൈവം അനുവദിച്ചിട്ടാണോ? അതോ ഇതിനകത്ത് ആട്ടുതൊഴുത്തിൽ വാതിലൂടെ അല്ലാതെ കടന്നു വന്ന കള്ളനെയും കവർച്ചക്കാരനെയും പോലുള്ള ഒരുവനാണോ? ഈ പ്രവൃത്തികളെ മനസ്സിലാക്കുക. വിശുദ്ധ ബൈബിൾ പറയുന്നു, യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് പ്രവൃത്തിയെക്കുറിച്ച് കേട്ടു. നിങ്ങൾ ഒരുപക്ഷെ ഖത്തറിൽ വെച്ച്, കുവൈറ്റിൽ വെച്ച്, USA വെച്ച്, ഓസ്ട്രേലിയയിൽ വെച്ച്, ന്യൂസിലാൻഡിൽ വെച്ച്, കേരളത്തിൽ വെച്ച്, ഇന്ത്യയിൽ വെച്ച്, തമിഴ്നാട് വെച്ച്, എവിടെയെങ്കിലും ഒക്കെ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രാമത്തിൽ വെച്ച്, ഒരു പട്ടണത്തിൽ വെച്ച് നിങ്ങൾ കർത്താവിനെ കുറിച്ചും തന്റെ പ്രവൃത്തികളെയും കുറിച്ച് കേട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം. എവിടെയെങ്കിലും ഒരു TV-യിൽ ഒരു മെസ്സേജ് കേട്ടതിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസം തുടങ്ങിയതായിരിക്കാം. പക്ഷേ പ്രവൃത്തിയെ അന്വേഷിച്ചിറങ്ങിയവൻ നിരാശപ്പെട്ടില്ല. ആമേൻ. പ്രവൃത്തി അന്വേഷിച്ചിറങ്ങിയവൻ നിരാശപ്പെട്ടില്ല. താൻ കാരാഗ്രഹത്തിലാണ്, പക്ഷെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്കണം. പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് ഇത് ദൈവപ്രവൃത്തിയാണെന്നാ തോന്നുന്നത്. പ്രവർത്തിക്കാനുള്ളവൻ എന്റെ അടുത്തെത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സാക്ഷ്യം പറയേണ്ടവൻ എന്റെ അടുത്തെത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എത്ര പേർക്ക് അത് ഇമാജിൻ ചെയ്യാൻ കഴിയും? നിങ്ങൾ കാത്തിരുന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളോട് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ കാത്ത് വെയിറ്റ് ചെയ്തിരുന്ന ചില പ്രവൃത്തികൾ നിങ്ങളോട് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടിരുന്ന സൗഖ്യം നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. ഇപ്പൊ യോഹന്നാന്റെ കാരാഗ്രഹത്തിനകത്തേക്കൊരു ശ്രുതി എത്തി. ഈ പട്ടണത്തിൽ ഒരുവന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന കാലമായത്. ഈ പട്ടണത്തിലേക്ക് മറുപട്ടണത്തിൽ വേല ചെയ്തിട്ട് ഈ പട്ടണത്തിൽ അവന്റെ കാലുകുത്തി ചില പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായതെന്ന് യോഹന്നാൻ കേട്ടു. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയുന്നു, പലരുടെയും ജീവിതത്തിൽ നടന്ന ദൈവപ്രവൃത്തികൾ അത് നടന്ന് സ്വർഗം നിന്നെ തൊടാനുള്ള സീസണായി, ദൈവം നിന്നെ തൊടാനുള്ള സീസണായി, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാനുള്ള ടൈമായി. പലരുടെയും ജീവിതത്തിൽ നടന്നത് എന്റെ ജീവിതത്തിൽ എന്തേ നടക്കാത്തതെന്ന്
പലർക്കും ഒരു അനുഭവമായി കിട്ടിയത് എനിക്കെന്താ ഒരു അനുഭവമായി കിട്ടാത്തതെന്ന് ചിന്തിച്ചിരിക്കുന്ന താങ്കളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, പലരെയും മറികടന്ന് വരുന്ന ഒരു അനുഭവം, പലരെയും മറികടന്ന് വരുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിലും തരാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രവൃത്തിയെക്കുറിച്ച് കേട്ടപ്പോ യോഹന്നാൻ പറഞ്ഞു, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഈ വന്നിരിക്കുന്നതെന്ന് എനിക്ക് കേൾക്കണം. സുഹൃത്തെ, നീ ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ ജീവിതവും ഇതുപോലെ കാരാഗ്രഹ തുല്യമായ അനുഭവത്തിലായിരിക്കാം. ഒരു പ്രവൃത്തിക്ക് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നേ? യോഹന്നാൻ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാ കാത്തിരിക്കുക. യോഹന്നാൻ ഒരു പ്രവൃത്തിക്ക് വേണ്ടി അയക്കപ്പെട്ട വ്യക്തിയാകട്ടോ. പല ബന്ധനത്തിനകത്താണെന്നും സ്വാതന്ത്ര്യമില്ലായ്മകൾക്കകത്താണെന്നും ബുദ്ധിമുട്ടുകൾക്കകത്താണെന്നും പരിമിതികളുണ്ടെന്നും കുറവുകളുണ്ടെന്നും കുറ്റങ്ങളുണ്ടെന്നും നിങ്ങൾ തന്നെ നിങ്ങളെ വിധിച്ചിരിക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കുക, വിധിച്ചിരിക്കുമ്പോൾ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച യോഹന്നാൻ സ്നാപകൻ പോലും ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ കാരാഗ്രഹത്തിനകത്താം എന്ന് പറഞ്ഞ് തന്റെ മിനിസ്ട്രി ബന്ധിക്കപ്പെട്ടൊന്നുമില്ല, തന്റെ വിളിയെടുത്ത് കളഞ്ഞൊന്നുമില്ല. സ്തോത്രം. എന്നതുപോലെയാണ് നിങ്ങളുടെ കാര്യവും. താങ്കളെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്ന ഉദ്ദേശങ്ങളെ സ്വർഗം ഒരു വലിയ ദൈവ പ്രവൃത്തിയോടുകൂടെ വെളിപ്പെടുത്തുമ്പോൾ നിന്റെ കാരാഗ്രഹം നിന്നെ വിട്ടുമാറും. നിന്റെ മുമ്പിൽ രണ്ടായി തുറന്നു പോകും. വന്നിരിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരുവനാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പ്രവർത്തികളെ കുറിച്ച് വിവരിക്കേണ്ടവനാണ്. രണ്ടും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടോ? ജീസസ്. ഇന്ന് താങ്കളുടെയും ജീവിതം ഇതുപോലെ ബന്ധിക്കപ്പെട്ട, ബന്ധനത്തിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഒരു ദൂത് നിന്റെ കാതിലെത്തിയാൽ മതി, കാരാഗ്രഹം നിന്റെ മുമ്പിൽ തുറക്കും. പ്രവർത്തിക്കുന്നവൻ അരികെ എത്തിയിട്ടുണ്ട്. കാത്തിരുന്നവൻ, ആമേൻ, പിതാക്കന്മാരിൽ നിന്ന് കേട്ടത്, പ്രവാചകന്മാരിലൂടെ കേട്ടതാകുന്ന രക്ഷകൻ നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൻ വരുന്നതിന്റെ തെളിവാണ് ചില പ്രവർത്തികൾ നടത്തിക്കൊണ്ടാ വരുന്നത്. അവൻ വരുമ്പോഴേ ചില പ്രവർത്തികൾ നടത്തിക്കൊണ്ട് വരുന്നു. അവൻ വരുമ്പോഴേ ഒരു സൈൻ ഉണ്ട്. അവൻ വരുമ്പോഴേ ചിലത് സംഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചോട്ടെ, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ അങ്ങാണെന്ന്. ഇതാണ് യോഹന്നാന്റെ ചോദ്യം. ഈ 2024 നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ, മാന്യ സുഹൃത്തെ, ഞാൻ ആത്മനിറവോടും സന്തോഷത്തോടും തികഞ്ഞ വിശ്വാസത്തോടും ഞാൻ കൈമാറട്ടെ. പ്രവർത്തിക്കുന്നവൻ ഇന്ന് എന്റെ ഭവനത്തിലുണ്ട്. നിങ്ങളുടെ വായി കൊണ്ടൊന്ന് പറയാമോ? പ്രവർത്തിക്കുന്നവൻ എന്റെ ഭവനത്തിലുണ്ട്. പ്രവർത്തിക്കുന്നവൻ എന്റെ ഭവനത്തിലുണ്ട്. പ്രവർത്തിക്കുന്നവൻ എന്റെ ഭവനത്തിലുണ്ട്. പ്രവൃത്തി നിനക്ക് കാരാഗ്രഹത്തിലാണ് വേണ്ടെങ്കിൽ കർത്താവ് കാസർഗോഡ് പോയി ചെയ്യത്തില്ല, കാരാഗ്രഹത്തിൽ തന്നെ ചെയ്യും. സ്തോത്രം. കാര്യം പിടിയിട്ട് ഞാൻ പറഞ്ഞേ, പ്രവൃത്തി നിന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് നടക്കേണ്ടതെങ്കിൽ കർത്താവ് ആ സ്പോട്ടിൽ തന്നെ അത് പോയി ചെയ്യും. പ്രവർത്തിക്കേണ്ടത് ഫാമിലിയിലാണെങ്കിൽ കർത്താവ് അത് വേറെ ഫാമിലിയിൽ പോയിരുന്ന് ചെയ്ത് കാണിക്കത്തില്ല, അത് ആ ഫാമിലിയിൽ ചെയ്യും. പ്രവർത്തിക്കുന്നവൻ അരികിലുണ്ട്. അപ്പൊ വന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പോ യേശു ഒന്ന് മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷ്മം നോക്കിയിട്ട് പറയാ, മോനൊരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നത് അങ്ങനെ പോയി അവിടെ പറയണം. ഒന്ന്, കുരുടർ കാണുന്നു. അപ്പൊ കുരുടന്റെ കണ്ണു തുറക്കാൻ വേണ്ടി ബധിരന്റെ ചെവി തുറന്നു നോക്കുന്ന ഒരു ദൈവമല്ല. രണ്ട്, മുടന്തർ നടക്കുന്നു. മുടന്തുന്നവനെ സൗഖ്യമാക്കാൻ വേണ്ടി വല്ലോന്റെ കൈ പിടിച്ചു വലിക്കുന്ന ദൈവം അല്ല. മുടന്തിന് സൗഖ്യം വേണ്ടത് കാലിനാണെന്ന് അറിയുന്നവൻ കാലെ തൊട്ടു, കാലിന്മേൽ പ്രവർത്തിച്ചു. കുരുടന് കാഴ്ച ശക്തിയാണ് വേണ്ടതെന്ന് അറിഞ്ഞപ്പോ
കണ്ണിന്മേൽ പ്രവർത്തിച്ചു, കുഷ്ഠരോഗി ശുദ്ധമായി തീരുന്നു. ആരും അടുപ്പിക്കാത്ത കേസ് അത്. അപ്പൊ ആരും അടുപ്പിക്കാത്ത കേസ്, ആരും അക്സെപ്റ്റ് ചെയ്യാത്ത കേസ്, ആരും നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കേസ്, ആരും വിവാഹത്തിന് ക്ഷണിക്കാത്ത കേസ്, ആരും പാളയത്തിനകത്ത് കൂട്ടാത്ത കേസിനെയും കർത്താവ് ഹാൻഡിൽ ചെയ്ത് ശുദ്ധമാക്കുന്നു. പിന്നെ താഴേക്ക് വരുമ്പോ ചെകിടർ കേൾക്കുന്നു, പിന്നെ മരിച്ചവർ ഉയർക്കുന്നു. അതും കൂടെ കേട്ടപ്പോ യോഹന്നാൻ ഉറപ്പിച്ചു, മരിച്ചവർ ഉയർക്കുന്നു. അത് 2023 മരിച്ചാലും 2022 മരിച്ചുപോയ കേസാണെങ്കിലും 2020 തന്നെ മരിച്ചടക്കപ്പെട്ട കേസാണെങ്കിലും അത് 2024 ഉയർക്കുന്നു. 2024 ഉയർക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞേ. മരിച്ചവർ ഉയർക്കുന്നു. ഇത് ഇന്നലെ മരിച്ചിട്ട് ഉയർത്തയാണോ അതോ 3 ദിവസം? യഹൂദന്മാർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മരിച്ച ബോഡി 3 ദിവസം വരെ വെച്ചേക്കും. 3 ദിവസം വരെ വെച്ചേക്കുമ്പോൾ ആത്മാവ് വീണ്ടും വന്ന് സ്വയമേ ശരീരത്തിൽ കേറും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് യേശു ലാസറിന്റെ വീട്ടിൽ 3 ദിവസവും മരിച്ചു 3 ദിവസവും പോകാതെ 4-ാമത്തെ ദിവസം കടന്നു ചെന്നത് എന്നൊരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചതല്ല, കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് 4 ദിവസം മുമ്പേ മരിച്ചതാണോ കേസാണോ ഒന്നും അറിയില്ല. പക്ഷെ ഇത്രയും കർത്താവ് പറഞ്ഞു, മരിച്ചവർ ഉയർക്കുന്നു. അപ്പൊ ഇത് എത്ര വർഷം മുമ്പേ മരിച്ചു പോയ കേസാണെങ്കിലും ഉയർക്കുന്നു എന്ന് നീ പോയി പറയാ. മുടന്തർ നടക്കുന്നു എന്ന് നീ പോയി പറയാ. ഈ പറയുന്നതിനകത്ത് ചില പ്രവൃത്തികൾ നടക്കും കേട്ടോ. അതുകൊണ്ട് ഈ പറയാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞു, നീ പോയി പറയ, പറഞ്ഞവരും സാക്ഷിയായി എന്നുള്ളതാ. ആമേൻ. ഈ വിശ്വാസം പറഞ്ഞവരും സാക്ഷിയായി. ഇതിപ്പോ യോഹന്നാന്റെ അടുത്ത് പറഞ്ഞ് യോഹന്നാനെ കൊണ്ട് മാത്രം തീർന്നിട്ടില്ല, യോഹന്നാനോട് മാത്രം പറഞ്ഞ് ഈ ശിഷ്യന്മാർ നിർത്തിയിട്ടില്ല. അവർ പിന്നെയും ഈ സത്യം പ്രചരിപ്പിച്ചു എന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. ആമേൻ. അപ്പൊ പറയാ, മുടന്തർ നടക്കുന്നു എന്ന് നീ പോയി പറയ, കുരുടർ കാണുന്നു എന്ന് നീ പോയി പറയ, മരിച്ചവർ ഉയർക്കുന്നു എന്ന് പോയി പറയ, കുഷ്ഠരോഗികൾ ശുദ്ധമാകുന്നു എന്ന് പോയി പറയ. എന്നിട്ട് ഒന്നുകൂടെ പറയാം, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. അത് യോഹന്നാനാ, അവൻ തന്നെ. ഇത് ഞാൻ ആത്മാവിൽ ഈ സന്ദേശം വിവരിക്കുമ്പോൾ ദൈവ പൈതലിന് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? കുരുടർ കാണുന്ന വർഷം. അതൊരു ന്യൂ ഇയർ ആയിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ന്യൂ ഇയർ ആണെങ്കിൽ അവരിങ്ങനെ പറയും, ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ 31 വരെ ഞാൻ കാണാത്തവനായിരുന്നു. പക്ഷേ അപ്പാ കർത്താവേ, നീ എന്റെ കണ്ണിന്മേൽ തൊട്ടപ്പോ ഞാൻ കാഴ്ച പ്രാപിച്ചു. ചെവി കേട്ടൂടാത്ത മനുഷ്യൻ കേട്ടതിന് ശേഷം പറയും, അപ്പാ കഴിഞ്ഞ വർഷം വരെ നടന്ന ന്യൂ ഇയർ സർവീസിന്റെ ഒന്നും ഒരു പാട്ടോ മെസ്സേജോ കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങ് എന്റെ കാതിന്മേൽ വിരലിട്ടപ്പോ തന്നെ എനിക്ക് കേൾക്കാൻ തുടങ്ങി. ഈ വർഷം മുതൽ ഞാൻ കേട്ടു തുടങ്ങുന്നു. കുഷ്ഠരോഗി പറയും, അപ്പാ കഴിഞ്ഞ വർഷം വരെ ഒരു മീറ്റിങ്ങുകൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അനുഭവത്തിൽ പാളയത്തിന് പുറത്തടയ്ക്കപ്പെട്ടിരുന്ന, പാളയത്തിന് പുറത്ത് നിൽക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന, ആരും അടുപ്പിക്കാത്ത, ഒരു അന്നദാനം ചെയ്യുന്ന ഒരു സദസ്സിൽ പോലും പോയി എനിക്ക് ഒരു പാത്രം ചോറ് മേടിച്ച് കഴിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അകറ്റപ്പെട്ടിരുന്ന, വെറുക്കപ്പെട്ട ഒരു പാപശാപ രോഗം പേറിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷെ നിന്റെ പ്രവൃത്തി എന്റെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോ, നിന്റെ പ്രവൃത്തി എന്റെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോ ഞാൻ ശുദ്ധനായി തീർന്നു. മരിച്ചവൻ പറയും, കർത്താവേ, നീ എന്നെ ഉയർപ്പിച്ചത് എനിക്ക് ഉപകാരമായി. കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമായിരുന്നു ഒരു അത്താണി. എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ എന്നിലായിരുന്നു. എന്റെ കുടുംബം മുഴുവൻ എന്റെ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പൊടുന്നനവേ ഞാൻ മരിച്ചു പോകുന്നത്. നീ എന്നെ ഉയർപ്പിച്ചത് എനിക്ക് ഉപകാരമായി. ഇന്നു മുതൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ മുഴുവൻ, എന്റെ കുടുംബം പ്രതീക്ഷിച്ച കാര്യങ്ങൾ മുഴുവൻ എന്നിലൂടെ നടപ്പായി അവർ കാണുന്നൊരു വർഷമായി ഇത് മാറും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയാൻ പറ്റും ദൈവമക്കളെ? കഴിഞ്ഞ വർഷം ഒത്തിരി ബുദ്ധിമുട്ടുകൾക്കകത്തുകൂടെ നിങ്ങൾ കടന്നുപോയെങ്കിൽ ഈ വർഷം
ഈ വായിച്ച വചനം പോലെ നിന്റെ കാത് കേട്ടത് കണ്ണ് കാണുമെന്ന്, നിന്റെ കണ്ണ് കാണാൻ ആഗ്രഹിച്ചത് കാണുമെന്ന്, നിങ്ങൾക്ക് ശുദ്ധമാകാൻ കഴിയാത്ത മേഖലകളിലെല്ലാം ശുദ്ധമാകാൻ കഴിയുമെന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന്, നിങ്ങളൊരു പ്രവൃത്തിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ ചലിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? യോഹന്നാൻ ഇങ്ങനെ ചോദിച്ചു, ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് ശിഷ്യന്മാരെ അവൻ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഈ പ്രവൃത്തികളെല്ലാം വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരുവനെ ആശ്രയിക്കേണ്ട അവസ്ഥ ദൈവം വെക്കത്തില്ലെന്ന്. ഈ ദൂത് നിങ്ങളോട് സംസാരിക്കുന്നു. ഇത്രയും പ്രവൃത്തികൾ ചെയ്ത കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഇനി നീ ഒരു വിടുതലിന് വേണ്ടി മറ്റൊരു പടി കയറേണ്ടി വരത്തില്ലെന്ന്, ഇനി നീ ഒരു സഹായത്തിന് വേണ്ടി ആരുടെ മുമ്പിൽ പോകേണ്ടി വരത്തില്ലെന്ന് ഈ സന്ദേശം നിങ്ങളോട് പറയുന്നു. കുരുടനെ കാണുമാറാക്കിയ, ബധിരനെ കേൾക്കുമാറാക്കിയ, മുടന്തനെ നടക്കുമാറാക്കിയ, മരിച്ചവനെ ഉയർക്കുമാറാക്കിയ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയവന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഇവർക്കൊക്കെ ആ പ്രവൃത്തി സാധ്യമായെങ്കിൽ നിനക്കും ഇതുപോലൊരു ദൈവപ്രവൃത്തി കാണാനുള്ള വർഷമായത്. ഇവരുടെ വർഷത്തിൽ, ഇവർക്കിത് നടന്ന വർഷത്തിൽ അവർക്കൊരു ന്യൂ ഇയർ ആയിരുന്നെങ്കിൽ, അവർക്കൊരു ന്യൂ ഡേ ആയിരുന്നെങ്കിൽ, ഇത് നിന്റെ ന്യൂ ഡേ ആണ്. നിന്റെ ന്യൂ ഡേ ആയി പരിശുദ്ധാത്മാവ് ഇത് മാറ്റാൻ പോവുക. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നത്? അല്ലേ? ഒരുപാട് പേർക്ക് ഇത്, പലർക്കും ഡിസംബർ ആണെങ്കിൽ, ഈ കുരുടൻ ഇത് ജാനുവരി ആവുന്നേ ഉള്ളൂ. പലർക്കും ഇത് ഡിസംബർ ആണെങ്കിൽ ഈ ബധിരനും ഈ കുഷ്ഠരോഗിക്കും ഈ മരിച്ചുയർത്തപ്പെട്ടവനൊക്കെ ഇത് ജാനുവരി 1 ആവുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം അവരുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആമേൻ. തീർന്നു പോയിട്ടില്ല. എനിക്ക് വയസ്സ് ഇത്ര ആയില്ലേ, കാലം ഇത്രയും പോയില്ലേ, സമയം ഇത്രയും നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോഴേ ഒരു ദൈവപ്രവർത്തിക്ക് നിനക്കൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാൻ പറ്റും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ആമേൻ. വചനമാ പറയുന്നേ. നഷ്ടപ്പെട്ടിട്ടില്ല കുഞ്ഞെ, നിനക്കൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ലെന്ന്, ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെന്ന്, ഒരിടവും ഇതുവരെ തല ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ വ്യസനിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു പോസ്റ്റിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിയായിട്ടും ഇന്നൊന്നും ആകാൻ പറ്റിയിട്ടില്ലെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ, നല്ലൊരു പ്രൊഫഷൻ കയ്യിലുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റാത്ത പോലെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥകൾക്കകത്താണല്ലോ ഞാൻ എന്ന് നീ കരുതുന്നുണ്ടെങ്കിലും, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തവനെ പോലാണല്ലോ ഞാൻ എന്നൊരവസ്ഥയിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ, ഒരു പ്രവൃത്തി നീ കേട്ടോണ്ടിരിക്കുന്നത് യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത് കാരാഗ്രഹത്തിൽ വെച്ചാണ് എന്നതുപോലെയാണെങ്കിൽ, ഈ കാരാഗ്രഹത്തിനകത്ത് രക്ഷകൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന ദൂത് കേൾക്കുന്നത് വരെയുള്ളൂ കാരാഗ്രഹം. ശേഷം അത് പൊട്ടുക. കാരണം ആ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടവനാ യോഹന്നാൻ. ആ സാക്ഷ്യം പറയേണ്ടവൻ ഇനി കാരാഗ്രഹത്തിൽ കിടക്കത്തില്ല. രാമൻ പറയാം, ഇനി കാരാഗ്രഹത്തിൽ കിടക്കത്തില്ല. നിന്റെ കാരാഗ്രഹം പൊളിയാൻ പോവാ, നിന്റെ കാരാഗ്രഹം തകരാൻ പോവാ, നിന്റെ കാരാഗ്രഹം എന്നേക്കുമായി പൊട്ടാൻ പോവാ. ആമേൻ. വിശ്വസിക്കാവോ? നിന്റെ കാരാഗ്രഹം എന്നേക്കുമായി ദൈവം തകർക്കാൻ പോവാ. നിന്റെ എല്ലാ തൊഴിലിടത്തിലുള്ള എല്ലാ വാഗ്വാദങ്ങളും, ശത്രുതകളും, എല്ലാ ദൂഷണങ്ങളും, നിന്റെ പോസ്റ്റിന്, നിന്റെ പ്രൊമോഷനെതിരായി വ്യാപിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും, ദുഷ്ടകരങ്ങളുടെ പ്രവർത്തികളും, അധരത്തിന്റെ ചലനങ്ങളും ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാ. ആമേൻ. നിന്റെ കരിയറിൽ ഒരു ഉയർച്ച ഉണ്ടാകരുതെന്ന് പറഞ്ഞ് വാദിക്കുന്ന സകല തിന്മയുടെ ശക്തികളും ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കുക. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതിയിരിക്കുന്നു. നിന്റെ മുമ്പിൽ ഇതുവരെ വഴി തുറക്കാതിരുന്നെങ്കിൽ, ഇതുവരെ വഴി ഒരുങ്ങാതിരുന്നെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ
ഇതുവരെ ഒരു ദൈവപ്രവൃത്തി തടയപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ യേശുവിന്റെ ആഗമനത്തെക്കുറിച്ച് യോഹന്നാൻ കേൾക്കുന്നത് കാരാഗൃഹത്തിൽ വെച്ചാണ്. ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് കേൾക്കുന്നത്. ആ പ്രവൃത്തി അതൊരു ദൈവപ്രവൃത്തിയാണെന്ന് യോഹന്നാൻ കേട്ട് തിരിച്ചറിഞ്ഞ പോലെ ഈ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? യോഹന്നാൻ വെള്ളം കൊണ്ട് മാത്രം സ്നാനമേൽപ്പിക്കുന്നു. എന്നാൽ യോഹന്നാന്റെ പുറകെ വരുന്നവൻ വെള്ളം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാണ് എന്ന യാഥാർത്ഥ്യം യോഹന്നാൻ മനസ്സിലാക്കിയത് കാരാഗൃഹത്തിൽ വെച്ചാണ്. തീ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ, വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്നവൻ, വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ, മണ്ണുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ, ഉമിനീര് കൊണ്ട് പ്രവർത്തിക്കുന്നവൻ. പ്രവൃത്തി പലതാ ദൈവത്തിന്. ഹല്ലേലൂയ. ആ കാഴ്ച കിട്ടി ശീലോഹാമി പോയി കഴുകിയ മനുഷ്യൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഉമിനീരിനും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന്. ഉമിനീരിന്. പ്രൈസ് ഗോഡ്. സുഹൃത്തെ, ദൈവത്തിന് ചേറിൽ നിന്നും വലിയ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി ഇന്ന് വ്യാപരിക്കാൻ പോവുക. നിങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കാൻ പോവുക. നീ കാത്തിരുന്ന രക്ഷകൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ്. നീ കാത്തിരുന്ന രക്ഷകൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ്. ഓ റീഖബാശംതുനിബി അധുരലബദബലബലബദശംതുനവ. ഒപ്പം നിങ്ങൾ ഓർക്കുക, നമ്മുടെ മിഡ് നൈറ്റ് പ്രയറിനെ കുറിച്ചും കൂടെ നിങ്ങൾ ഓർത്തേക്കുക. അത് വരുന്ന 6-ാം തീയതിയാണ്. മിഡ് നൈറ്റ് ആണ്, 12 AM to 3 AM. ആ മിഡ് നൈറ്റ് വാർഫെയർ പ്രയറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അതിനും കൂടെ ജോയിൻ ചെയ്യുക. 6-ാം തീയതിയാണ്. നിങ്ങളത് ഓർക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മീറ്റിംഗിൽ, ആ പ്രയറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ അതിന്റെ ലിങ്ക് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതരും. അത് യൂട്യൂബിൽ ലൈവും തത്സമയം ഉണ്ടായിരിക്കും. ആമേൻ. ഇപ്പൊ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഒരു പ്രവൃത്തി അത് ഭൂമിയുടെ നിലവാരവും നിറവും തന്നെ മാറ്റിയ ഒരു പ്രവൃത്തിയാ കർത്താവിന്റെ. ഭൂമിയുടെ നിലവാരവും നിറവും മാറ്റിയൊരു പ്രവൃത്തിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് നൽകിയൊരു പ്രവൃത്തിയെ കുറിച്ച് യോഹന്നാൻ കേട്ടെ. ഞങ്ങൾ കാത്തിരുന്നവൻ നീ തന്നെയാണോ? ഞങ്ങൾ കാത്തിരുന്നു. നിങ്ങൾ എത്ര പേർ ചോദിക്കും, കർത്താവേ ഞാൻ ഈ വർഷം കാത്തിരിക്കുക, ഈ വർഷം ഞാൻ കാത്തിരിക്കുക ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന്. നിങ്ങളിൽ പറയുന്നവന്റെ ജീവിതത്തിൽ ആ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. പറയുന്നവന്റെ ജീവിതത്തിൽ പറയുന്നവന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. കർത്താവേ, ആ കുരുടന്റെയും മുടന്തന്റെയും ചെകിടന്റെയും കുഷ്ഠരോഗിയുടെയും മരിച്ചവന്റെയും ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് നൽകിയതുപോലെ I want to see a miracle in my life എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ദൈവിക പ്രസൻസ് ഇതിനകത്ത് ചലിക്കും. ഇന്ന് വിശ്വാസത്തിൽ മടുത്തു തുടങ്ങിയവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവുക. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവുക. യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്ന് പ്രവർത്തികളെ കുറിച്ചാ കേട്ടതെങ്കിൽ കാരാഗ്രഹത്തിന്റെ അനുഭവം വിട്ട് പുറത്തിറങ്ങിയപ്പോ മഹത്വത്തെ കുറിച്ചാ താൻ പിന്നെ കാണാൻ തുടങ്ങി. അവന്റെ മഹത്വത്തെ കുറിച്ചാ. നിന്റെ തകർച്ച കണ്ട വീട്ടിനകത്ത്, വഴക്കും വക്കാണവും നടക്കുന്ന വീടിനകത്ത്, ദാരിദ്ര്യം കണ്ട വീടിനകത്ത്,
അസമാധാനത്വം വാഴുന്ന വീടിനകത്ത് നീ ഒരു മഹത്വം കാണാൻ പോവാ കുഞ്ഞെ. ഈ വർഷം നീ ഒരു മഹത്വം കാണാൻ പോവാ. നിന്റെ വീട്ടിൽ ചിലർ ഈ മഹത്വത്തെ കുറിച്ച് സംസാരിക്കാൻ പോവാ, ഈ പ്രവൃത്തിയെ കുറിച്ച് സംസാരിക്കാൻ പോവാ. Come on. ഈ മഹത്വത്തെ കുറിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ തീ ഇറങ്ങ ഈ സമയം. വെള്ളം കൊണ്ട് ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കാണാൻ പോവാ, പരിശുദ്ധാത്മാവ് കാണിക്കാൻ പോവാ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? അസാധാരണമായ ഒരു വീര്യപ്രവൃത്തി, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ, കുഞ്ഞെ, എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ കൈമാറുക. നിനക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത നിലയിൽ എൻ്റെ ദൈവം അത് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ പോകുക. ആമേൻ. ഞങ്ങൾ ഇനി മറ്റൊരുവനെ കാത്തിരിക്കേണ്ടതില്ലെന്നും കാത്തിരുന്ന് കണ്ണ് കഴിച്ചത് മതിയെന്നുമുള്ളൊരു മറുപടിയായിരുന്നു യേശു പറഞ്ഞു വിട്ടത് തന്റെ ശിഷ്യന്മാരെടുത്ത്. അതുപോലെ തന്നെ ആ ദൂത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ആ ദൈവിക സന്ദേശം ഞാൻ താങ്കൾക്ക് തരികയാണ്. നീ ഒരുപാട് ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? നീ ഒത്തിരി ദൈവിക മറുപടിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? നീ കാത്തിരുന്നത് നിന്റെ അടുത്തെത്തിയിരിക്കുക, നിന്റെ അടുത്ത് കമാണത് പ്രാപിക്കാൻ കഴിയുന്നവർ വിശ്വാസത്തോടെ ഈ ശബ്ദവും ഈ ദൂതന്മാർ മുഖേന, തന്റെ ശിഷ്യന്മാർ മുഖേന യോഹന്നാൻ അറിഞ്ഞപ്പോ ആ യോഹന്നാന്റെ സ്പിരിറ്റ് അത് റിസീവ് ചെയ്ത് കാണുമെന്ന് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ദൂത് നിന്റെ അടുത്ത് നിൽക്കുക കുഞ്ഞെ. നിന്റെ വിടുതൽ നിന്റെ വിശ്വാസത്തിനൊത്തവണ്ണം അത് നിന്റെ കാരാഗ്രഹത്തിൽ പ്രവേശിക്കും. നിന്റെ വിശ്വാസത്തിനൊത്തവണ്ണം അത് നിന്റെ കാരാഗ്രഹത്തിൽ, ഓ ജീസസ്, ആ കാരാഗ്രഹത്തിന് ആ ദൂത് തടയാൻ പറ്റിയില്ല, കാരാഗ്രഹത്തിന് ആ യാഥാർത്ഥ്യം തടയാൻ പറ്റിയില്ല എന്നതുപോലെ നിന്റെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തി നിന്റെ അടുത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോ നിനക്കത് ഏത് നിലവാരത്തിലാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? ആ നിലയിൽ ആ ദൈവപ്രവൃത്തി നിന്റെ മേൽ പതിയുകയാണ്. ഓ, ഞാൻ കാണുന്നു ചിലരെ തൊടുന്നത്, ചിലരെ ദൈവാത്മാവ് തൊടുന്നത് ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. 2023 അനുഭവിക്കാത്ത പോലത്തെ ഒരാത്മനദി, 2023 അനുഭവിക്കാത്ത പോലത്തെ ഒരാത്മീയ അനുഭവം ഈ സെക്കൻഡിൽ സ്വർഗം ഇതിനകത്ത് തുറന്നു വിടുകയാണ്. ചിലരുടെ ജീവിതത്തിലേക്ക് തുറന്നു വിടുകയാണ്. ചില കാരാഗ്രഹങ്ങൾ തുറന്നു പോകുമാറ് ഈ ദൈവിക അഭിഷേകം ചലിക്കുന്നു. ഓ
വെള്ളം കൊണ്ട് സാക്ഷ്യം, വെള്ളം കൊണ്ട് സ്നാനമേൽപ്പിക്കുന്നവൻ, തീ കൊണ്ട് സ്നാനമേൽപ്പിക്കുന്നവനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരളവിലേക്ക് ദൈവം അവനെ കണ്ടെങ്കിൽ, കുഞ്ഞേ, നിന്റെ സാക്ഷ്യ കൂടാരം തുറക്കാൻ പോകുവാണ്. നിന്റെ സാക്ഷ്യത്തിന്റെ ഓപ്പർച്യൂണിറ്റികൾ ദൈവം തുറക്കാൻ പോകുവാണ്. നിന്റെ സാക്ഷ്യം തുടങ്ങുന്നത് നിന്റെ കാരാഗ്രഹത്തിനകത്തുനിന്നാണ്. വിശ്വസിക്കുന്നവർ മാത്രം. ഓ ജീസസ്, നീ കാത്തിരിക്കുന്നൊരു ദൈവപ്രവൃത്തി അത് ഈ വർഷം താണ്ടത്തില്ല. നീ കാത്തിരിക്കുന്നൊരു ദൈവപ്രവൃത്തി അത് നീ കാണാൻ പോകുകയാണ്. നീ കാത്തിരിക്കുന്നൊരു ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാണ്. Holy is me, Yeshua, le durashane shabraya katalabo. ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഡാഡി. സാധാരണമായ ഒരു ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളെ മധ്യത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളുടെ ആരംഭം ഈ പുതുവർഷാരംഭം മുതൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം ജനത്തെ തൊട്ടതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി നന്ദി, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. മിഡ് നൈറ്റ് പ്രയറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ മിഡ് നൈറ്റ് പ്രയറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരും. ആ ഡേറ്റ് 6-ാം തീയതിയാണ്. നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. കർത്താവ് വലിയ കാര്യം നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നു. രാവിലെ 6:30 വൈകുന്നേരം 6:30 നിങ്ങൾ 2 നേരവും ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താട്ടെ. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. പ്രാർത്ഥനകൾക്കായി ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഒപ്പം വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഈ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും തന്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇപ്പോൾ നമുക്ക്